my channel Annmaria Kalippilalla. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസം എൻ്റെ ആറാമത്തെ ദിവസമാണ് ഓണപ്പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങിയിട്ട്. ഓണം ഒക്കെ ഇങ്ങനെ അടുത്ത് വരാണ്, കുറച്ച് ദിവസം കൂടിയുള്ളൂ ഓണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ വീഡിയോയിൽ വെറുതെ ഒരു ഓണപ്പാട്ട് പാടിയിട്ട് നിർത്തിപ്പോകാൻ ഞാൻ വിചാരിക്കുന്നില്ല. ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. നിങ്ങൾ ഓൾറെഡി ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊരു സ്പെഷ്യൽ പായസം റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഓണപ്പാട്ട് പാടും, അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. സോ അധികം വൈകുന്നില്ല, ഞാൻ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകല്ലേ, കമോൺ. അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ പോകുന്ന ഓണപ്പാട്ടിൻ്റെ പേരാണ് മാവേലിനാടുവാനെedumkalam. മാവേലിനാടുവാനെedumkalam മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, അബദ്ധനാർക്കും മുട്ടില്ല താനും. മാവേലിനാടുവാനെedumkalam മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, അബദ്ധനാർക്കും മുട്ടില്ല താനും. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സ്പെഷ്യൽ പായസം, അതായത് കാരമൽ ബട്ടർസ്കോച്ച് സേമിയ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ഇത് ആകെ കൂടി 5 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പായസമാണ്, പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതെനിക്ക് അമ്മ പഠിപ്പിച്ചു തന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ്. അത് നിങ്ങളോട് കൂടി എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി. ഈ ഓണത്തിന് നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സ്പെഷ്യൽ പായസം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് സേമിയം. ഓഫ് കോഴ്സ് സേമിയം യൂസ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞാൽ ഷുഗർ, മിൽക്ക്, കാഷ്യൂസ് വേണം, പിന്നെ ഗീയും വേണം. ആ കൂടി 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ നമുക്കിനി അധികം വൈകിക്കാണ്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ ആദ്യം നമ്മൾ കുറച്ച് നേരം ചൂടാക്കാൻ വയ്ക്കുക. എൻ്റെ പാൻ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ, അതായത് നെയ്യ് നമ്മൾ പാനിലേക്ക് ഇടും. അപ്പം ഈ നെയ്യ് ഒന്ന് കുറച്ചൊന്ന് ചൂടായി വരണം. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് സേമിയം ഇവിടെ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇനി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സേമിയം ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ കുറച്ച് കാഷ്യൂസ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതും കൂടി ഇടാം. എനിക്ക് പായസമൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. അമ്മയുടെ ഇൻസ്ട്രക്ഷനും കൊണ്ട് അമ്മ എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമേ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പായസമൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ഒഴിച്ച് ഈ സേമിയ നല്ലോണം ഇങ്ങനെ വെന്ത് വരണം. സേമിയ നല്ലോണം ഇങ്ങനെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ സേമിയം പാലും അല്ലാതെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക്, അതായത് കാരമലൊക്കെ ചെയ്യണം നമുക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് പോയി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഈ സേമിയ ഒന്നും കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ
പായസത്തിൻ്റെ ഈ സേമിയം അല്ലാതെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ, അതായത് കാരമലൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ ഇതൊന്ന് സൈഡാക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് കാരമലൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ടത് പാൻ ചൂടാക്കുക. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഉണ്ട്, അത് നമ്മൾ ഈ പാനിലേക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഈ പഞ്ചസാരയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കിത് കാരമലൈസ് ചെയ്യണമല്ലോ, നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ അധികം നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഒരു ബ്രൗണിഷ് കളർ പോലെ ആവും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് എന്താ പറയുക, കാരമലൈസ് തന്നെ ആവും. അപ്പോൾ ബ്രൗൺ കളർ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അത് ഇങ്ങനെ പുകയൊന്നും വരാൻ പാടില്ല. ഒരു പുക വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കരിഞ്ഞൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞത് എന്നോട്. അപ്പോൾ കരിഞ്ഞ ഒരു പുക പോലെ ഒന്നും വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെക്സ്റ്റ് ആയിട്ട് പായസത്തിലേക്ക്, നമ്മുടെ പാലും സേമിയൊക്കെ ഇട്ട പായസത്തിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. എൻ്റെ പോലത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് ഒഴിക്കണം, ബിക്കോസ് ഇത് കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കാം. ആൻറ്റിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയായിരിക്കും ഇതെങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാരമലൈസ് ചെയ്ത് വെച്ചത് പായസത്തിലോട്ട് ഒഴിക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ സൗണ്ടൊക്കെ വരും. നമ്മളിങ്ങനെ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് കട്ടയൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളർ, ഒരു കാരമലൈസ് ചെയ്തൊരു നല്ലൊരു മണമുണ്ട്, കളറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഫൈനൽ പ്രൊസീജിയർ ആണ്. നമ്മുടെ എന്താ പറയുക, 1/4 കപ്പ് പഞ്ചസാര ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഫൈനൽ സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരമൽ ബട്ടർസ്കോച്ച് സേമിയ പായസം നല്ല ചൂടോടെ ഞാനിപ്പോൾ കുടിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. നിങ്ങൾ കുട്ടികളാണ് കാണുന്നെങ്കിൽ, എൻ്റെ പോലത്തെ ഒരു പ്രായമുള്ളൊരു കുട്ടിയാണ് കാണുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അത്ര സിമ്പിൾ ആൻഡ് ഈസിയാണ് ഈ പായസത്തിൻ്റെ റെസിപ്പി. ഈ പ്രാവശ്യം ഓണത്തിന് ഇങ്ങനെ പേരൻസിനൊക്കെ നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും സക്സസ് ആവും. നിങ്ങളിത് ട്രൈ ചെയ്ത് തന്നെ എന്തായാലും എനിക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് എന്തോ നേടിയ പോലെ, ഞാൻ ആദ്യമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി. സോ എനിവേസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.